ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലത്തെ അഷ്ടമുടി കായലിലാണ്. നമ്മളിവിടെ സാമ്പ്രാണിക്കൊടി കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, ദിയ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞയും ആദിയും പൊന്നും കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് അഷ്ടമുടി കായൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ടിക്കറ്റൊക്കെ അച്ഛൻ പോയി എടുത്തു. നമ്മളിവിടെ നിന്ന സമയത്ത് ഒരാൾക്ക് 150 രൂപയാണ്. അതിന് വേണ്ടിയതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബോട്ടിലാണ് പോയത്. സ്പോട്ടിലേക്ക് ഇറങ്ങുന്നത് ബോട്ട് വഴിയാണ്. നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ബോട്ടിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്തോന്നും അറിയാതെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ പൊന്നു ബോട്ട് അങ്ങോട്ട് ചെരിയുമ്പോഴും ഇങ്ങോട്ട് ചെരിയുമ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് പോകാനുള്ളത് അവിടെയാണ്. ബോട്ടുകളൊക്കെ അവിടെ നിർത്തുന്നുണ്ട്. അവിടെ സംഭവം കായലിന് ആഴം കുറവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും. അതാണ് സാമ്പ്രാണിക്കൊടിയുടെ പ്രത്യേകത. അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോവേണ്ടതാണ്. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ അവിടെ ചില്ലടിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇവരാണെങ്കിൽ ഉണ്ടല്ലോ, എത്താറാവാൻ തോറും ചുമ്മാ കീറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ ഇപ്പം എത്തും. നമ്മൾ ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനാണ് ആദ്യം കുറ്റിയും പറിച്ചിറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഗൈസ്. സൂപ്പറല്ലേ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. സ്വിമ്മിംഗ് പൂളാണൊക്കെ ഉണ്ടായിരുന്നത് ഗൈസ്. വളരെ ആഴവും കുറവാണ്. പക്ഷെ എനിക്ക് മുങ്ങാൻ വന്നു. പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല. അതൊക്കെ വെള്ളം പോകാൻ പറഞ്ഞ സ്ഥിതി ആദ്യമേ ഇറങ്ങിയപ്പോൾ ഒറ്റ മുങ്ങ. അങ്ങനെ ഗൈസ്, നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറേ നടന്ന് അങ്ങ് ഫ്രണ്ടിലേക്ക് പോയി ഗൈസ്. അവിടെ സൂപ്പറായിരുന്നു. എന്നാ പിന്നെ ഇത്രയും പേര് ആരെങ്കിലും കൊത്തണേ, ആരെ കൊത്തണില്ലല്ലേ?
പൊന്നു പേടിയാവണോ അടി? എവിടെ നോക്കട്ടെ, ഞാൻ മോൻ നോക്കട്ടെ. അങ്ങനെ നോക്കട്ടെ. പോടെ നിങ്ങൾ എന്തായാലും നീ ഉണ്ടാ പേടിയൊന്നുമില്ല നടക്കണം. അടിയിൽ പോയാൽ കാട്ടിലൊക്കെ അവരെ ഇറക്കി കൊണ്ടുവരുന്നു. ഇതിലൊന്നുകൂടെ പോയി കഴിഞ്ഞാൽ അവർ ഇതിലൊക്കെ കൊണ്ടുപോകുന്നാണ് പറയണത്. ഇരിക്കണോ? വാടേ സ്പീഡ് നടയുടെ അങ്ങോട്ട് നിങ്ങൾ പോണില്ലേ? അതുവരെ ചെയ്തു. നിന്റെ സാധനം ആരും കൈവിട്ടു പോകരുത്. വേണ്ട, ഇത് അഴുക്ക വെള്ളമുണ്ട്. ഹായ്. അപ്പോൾ ഗൈസ് പതിവ് പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ഉപ്പും മുളക് ഇട്ടതും മാങ്ങ ഉപ്പും മുളക് ഇട്ടതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഗൈസ് ആദ്യം പേടിച്ചെറിച്ചിരുന്നവർക്കൊക്കെ പിന്നീട് ഇവിടം വിട്ട് പോകാനൊരു മടിയായിരുന്നു. അത്രയ്ക്ക് സൂപ്പറാണ് ഗൈസ്. ഇതുവരെ വരുത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഗൈസ് ആ കൊടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആഴമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. എന്നാലും ആ ബോർഡറിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടത് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയി നമ്മൾ തിരിച്ച് നടന്നു ഗൈസ്. തിരിച്ചടക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ അവർ തന്നെ ബോട്ട് കൊണ്ടുവരും. അതിനൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കയറി അവിടെ തന്നെ ഇറക്കി തരുമായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.